പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. ലെബോനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശലോമോന്റെ ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. സകല പൂർവ്വ ദിക്വാസികളെക്കാളും മിസ്രൈമിലെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 33-ാം വാക്യത്തിൽ വൃക്ഷങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ശലോമോൻ ഈസോപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സിറിയൻ ഈസോപ്പ് ഇസ്രായേലിലും സീനായ് മരുഭൂമിയിലും ധാരാളമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ്. നീളമുള്ള രോമാവൃതമായ തണ്ടുകളും ചെറിയ ഇലകളും സ്വർണ്ണ നിറത്തിലുള്ള പൂക്കളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ ഇലകൾ ചായയ്ക്ക് സുഗന്ധം പകരുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ റൊട്ടിയോടുകൂടെ ഒലിവെണ്ണയും ചേർത്ത് സലാഡ് ഉണ്ടാക്കുവാനും ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ചു വരാറുണ്ട്. ശലോമോൻ 33-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ചുവരിന്മേൽ വളരുന്നു എന്നാണ്. ചുവരിന്മേൽ വളരുന്നു എന്ന പ്രയോഗം ഇത് സാധാരണ കാണുന്ന ഒരു സസ്യമാണ് എന്ന നിലയിലാണ്. വലിയ ചുവരിൻ്റെ വിള്ളലുകളിൽ ഈ സസ്യം വളരാറുണ്ട്. പഴയ നിയമപുസ്തകം പഠിക്കുമ്പോൾ ഈ സോപ്പ് തണ്ട് ദ്രാവകങ്ങൾ തളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടൽക്കാൽ രണ്ടിനുമേലും തേക്കണം. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്നത് മുൻപായി 10ാമത്തെ ബാധയായ സംഹാരകനെ മിസ്രൈമിലേക്ക് അയക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സോഫിൻ്റെ തണ്ട് രക്തത്തിൽ മുക്കി കട്ടളക്കാൽ മേലും കുറുമ്പടി മേലും തേക്കണം എന്നാണ്. അർദ്ധരാത്രിയിൽ മിസ്രൈമിലൂടെ സംഹാരകൻ കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെ മരണപ്പെട്ടു. മിസ്രൈമിലെങ്ങും വലിയൊരു നിലവിളി ഉണ്ടായി. എന്നാൽ രക്തമടയാളമായ ഇസ്രായേലിൻ്റെ കൂടാരങ്ങളെ വിട്ട് സംഹാരകൻ ഒഴിഞ്ഞു പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിൻ്റെ രക്തത്തിൻ്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ ഒരു ശത്രുവും നിന്റെ ഭവനത്തിനകത്ത് കയറാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകളെ ശത്രു തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കാൻ പോവുകയാണ്. പഴയ നിയമപുസ്തകം പഠിക്കുമ്പോൾ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലാണ് ഈസോഫിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പോൾ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പഴയ നിയമകാലത്ത് ഈ സോഫിൻ്റെ തണ്ടുകൾ ഉപയോഗിച്ചു വന്നിരുന്നത്. പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അവരുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഉപാധി ഉണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി ചൊരിയപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിന് മാത്രമാണ് മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്. ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ ഇന്ന് പകലിൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ആ രക്തത്തിൻ്റെ സാന്നിധ്യം ഒരു വിടുതലായി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്.
ഒറിഗാനം എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിന് ഇബ്രായ ഭാഷയിൽ പറയുന്ന പേരാണ് ഈസോപ്പ്. അറബിയിൽ സാത്താർ എന്ന് ഈസോപ്പ് അറിയപ്പെടുന്നു. ഇതിന്റെ ശാസ്ത്രനാമം ഒറിഗാനം സിറിയാകം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നു, അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ചൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോടടുപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് തനിക്ക് ദാഹിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ഈസോപ്പ് തണ്ടിന്മേൽ പുളിച്ച വീഞ്ഞാക്കി അവന്റെ വായോടടുപ്പിച്ചു എന്നാണ്. എന്നാൽ മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓടത്തണ്ടിന്മേൽ ആക്കി എന്നാണ്. യേശു കർത്താവിന്റെ ക്രൂശ് മരണം നേരിട്ട് കണ്ടിട്ടുള്ള ദൃസാക്ഷി എന്ന നിലയിൽ യോഹന്നാൻ പറയുന്നതാണ് കുറച്ചുകൂടി വിശ്വസനീയം. എന്നാൽ പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുന്ന ഈസോപ്പ് ചെടിയുടെ തണ്ടിന് നീളം കുറവായതുകൊണ്ട് ഒരിക്കലും പഴയ നിയമത്തിൽ കാണുന്ന ഈസോപ്പിന്റെ തണ്ടിലായിരിക്കില്ല യേശു കർത്താവിന് വീഞ്ഞ് വായോടടുപ്പിച്ചു കൊടുത്തത്. ഇത് വിനിഫ്രെഡ് എന്ന എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ലത്തീൻ ഭാഷയിൽ ഹിസോപ്പസ് എന്നറിയപ്പെടുന്ന, ഫലസ്തീനിൽ യെരൂശലേം കോൺ എന്നറിയപ്പെടുന്ന ഒരു ധാന്യത്തിന്റെ തണ്ടാണ് എന്നാണ്. പുൽച്ചെടികളുടെ അകം പൊള്ളയായ തണ്ടുകൾക്കാണ് ഓട എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ മത്തായിയും മർക്കോസും യോഹന്നാനും പറഞ്ഞിരിക്കുന്നത് ഒരേ ആശയമാണ്. പാലസ്തീനിൽ ധാരാളമായി കാണുന്ന ധാന്യത്തിൻ്റെ തണ്ടിലായിരിക്കാം പുളിച്ച വീഞ്ഞ് നിറച്ച് യേശു കർത്താവിൻ്റെ വായോടടുപ്പിച്ചത്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ധാന്യം ആയ ഈസോപ്പ് തിനയുടെ മറ്റൊരു വകഭേദമാണ്. ഇതാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഈസോപ്പ് എന്ന സസ്യം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.